ഐവാ സിൽക്സ്, കാസർഗോഡ്, കാഞ്ഞങ്ങാട്, മാംഗ്ലൂർ. സംഘപരിവാറിനെതിരെ ശബ്ദിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ വരും എൻഐഎ ഇപ്പൊക്കും. കേന്ദ്ര ഏജൻസി ഇതാ വിഷയത്തിൽ ഇടപെട്ടിരിക്കുന്നു. കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്ക് വിഷയം അറിയിച്ചിരിക്കുന്നു. ദാ ഇപ്പോ നിന്നെ കേന്ദ്ര വിദഗ്ധന്മാർ വന്ന് പൊക്കിയെടുത്ത് കൊണ്ടുപോകും. ഇതുപോലെയുള്ള വിരട്ടലൊക്കെ അങ്ങ് നിങ്ങളുടെ വീട്ടിൽ മതി. കാരണം ഞങ്ങളുടെ പിന്നിലുള്ളത് വാഴപ്പിണ്ടിയല്ല, നല്ല നട്ടല്ലാണ്. അതില്ലാത്തത് കൊണ്ടാണ് ആശയത്തെ ആശയമായി നേരിടാതെ ഇതുപോലെയുള്ള ഭീഷണികളുമായി നിങ്ങൾ വരുന്നത്. അത്തരം ഭീഷണികൾ വീട്ടിൽ നടത്തിയാൽ മതി എന്ന് ആദ്യമേ അറിയിക്കുന്നു. പറയുന്നത് കുവൈറ്റിൽ നിന്നും നവമാധ്യമങ്ങളിലേക്ക് ഒരു ദൃശ്യം വന്നു. ആ ദൃശ്യം ഇങ്ങനെയായിരുന്നു. കുറച്ച് യുവാക്കൾ ഒരു യുവാവിനെ വിചാരണ ചെയ്യുന്നു, അഥവാ ചോദ്യം ചെയ്യുന്നു. അതിനിടയിൽ ഒരു യുവാവ് ചോദ്യം ചെയ്യപ്പെടുന്ന യുവാവിന്റെ ചെപ്പക്കുറ്റി നോക്കിയിട്ട് നല്ല ഒരു അടി കൊടുക്കുന്നു. ദൃശ്യം നവമാധ്യമങ്ങളിലൂടെ വലിയ രീതിയിൽ വൈറലായപ്പോൾ ആ ദൃശ്യത്തിൽ അടികൊണ്ടവൻ സംഘപരിവാറിന് അനുകൂലമായി ഫേസ്ബുക്കിൽ പോസ്റ്റുകൾ നിക്ഷേപിക്കുന്ന ഒരാളായതുകൊണ്ട് സംഘപരിവാർ ആ വിഷയം ഏറ്റുപിടിച്ചു. ജിഹാദികൾ കുവൈറ്റിൽ ഒരു ഹൈന്ദവനായ സംഘപരിവാർ പ്രവർത്തകനെ ക്രൂരമായി മർദ്ദിച്ചിരിക്കുന്നു. ജിഹാദി ആക്രമണമെന്ന് മുഖ്യധാര സംഘപരിവാർ മാധ്യമം മുതൽ അവരെ ഏറ്റുപിടിക്കുന്ന എല്ലാ മാധ്യമങ്ങളും വാർത്തയാക്കി. അതായത് ഇവരുടെ ഒരു രീതിയാണ്, എന്തെങ്കിലും ഒരു വിഷയം കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം ഇവരുടെ തലവനായിട്ടുള്ള മാധ്യമം വാർത്ത കൊടുക്കും, പിന്നീട് അത് വൺ ബൈ ആയിട്ട് ഇവരുടെ ഫേസ്ബുക്ക് പേജ് വരെ ആ വാർത്ത പ്രചരിപ്പിക്കുന്നതിൽ പങ്കാളിയാക്കും. അതായത് ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തുക എന്നുള്ള തന്ത്രം തന്നെയാണ് ഇവർ ഇവിടെ നടപ്പിലാക്കുന്നുള്ളത്. പക്ഷേ കുവൈറ്റ് വിഷയത്തിൽ ഇവർക്ക് അത് സാധിച്ചില്ല. ഇത്തരത്തിൽ പ്രചരണം നടത്തിയ സംഘപരിവാർ പ്രവർത്തകർ ആ വിദ്വാൻ ആരാണെന്നറിഞ്ഞപ്പോൾ നാണം കെട്ട് മാളത്തിൽ ഒളിച്ചു നിൽക്കുകയാണ്. എന്തിനാണ് ആ യുവാക്കൾ സംഘപരിവാറിന്റെ വിദ്വേഷ പ്രചരണം നടത്തുന്ന ആ യുവാവ്, അഥവാ കുവൈറ്റിൽ കള്ള ടാക്സി ഓടിക്കുന്ന പ്രവീൺ എന്ന യുവാവിനെ അസി എന്ന കാസർകോട്ടുകാരൻ തല്ലിയത് എന്തിനാ? വളരെ വ്യക്തമായി കാര്യങ്ങൾ പറഞ്ഞു തരാം. കാരണം ഈ വിഷയത്തില് കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരനൊക്കെ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. അതിനാൽ ഇതിന്റെ സത്യാവസ്ഥകൾ പുറത്തു കൊണ്ടുവരിക എന്നുള്ള ഒരു കാര്യമാണ് ഞങ്ങൾ ഇവിടെ ചെയ്യുന്നുള്ളത്. ഈ യുവാവ് കുവൈറ്റിൽ കള്ള ടാക്സി ഓടിക്കുന്ന ഒരാളാണ്. ഈ വിഷയം ആദ്യം ഈ കാസർകോട്ടെ യുവാവിന്റെ നേതൃത്വത്തിലുള്ള സംഘത്തിന് അറിയില്ലായിരുന്നു. കാസർകോട്ടെ യുവാവായിട്ടുള്ള അസി അവിടെ ഒരു മൊബൈൽ ഷോപ്പ് നടത്തുന്ന ആളാണ്. ഈ മൊബൈൽ ഷോപ്പിലേക്ക് വരുന്ന കസ്റ്റമേഴ്സിനെ തിരിച്ച് അവരുടെ വീട്ടിലേക്കോ അഥവാ അവർക്ക് പോകേണ്ട ഇടത്തേക്കോ കൊണ്ടുപോകാൻ ഏൽപ്പിക്കുന്ന ഒരു ഡ്രൈവറായിരുന്നു ഈ പ്രവീൺ എന്ന അടികൊണ്ട യുവാവ്. ഇയാള് ഇത്തരത്തിൽ ഒരുപാട് കാര്യങ്ങളിൽ ഇവരുമായിട്ട് ഇടപെടൽ നടത്തി. അതായത് ഇവരുടെ ഷോപ്പിൽ വരുന്ന ആളുകളെ ഇയാളുടെ കാറിൽ കൊണ്ടുപോകും. അങ്ങനെ ഒരു വിശ്വാസം ഈ പ്രവീൺ എന്ന് പറയുന്ന യുവാവിന്റെ മേലിലുണ്ടായിരുന്നു. പക്ഷേ ഒരു ദിവസമാണ് കാര്യങ്ങളുടെ കിടപ്പ് മനസ്സിലാകുന്നത്. ഈ യുവാവ് വാഹനത്തിൽ കയറുന്ന നഴ്സുമാരടങ്ങിയ യുവതികളുടെ ദൃശ്യം പകർത്തുന്നു എന്ന വിവരം ഇവർ ഞെട്ടലോടുകൂടി അറിയുന്നു. അത് മാത്രമല്ല, ഇത്തരത്തിൽ ഇവരുടെ ഷോപ്പുകളിലേക്ക് വന്ന കസ്റ്റമേഴ്സിനെ ഇയാളുടെ വണ്ടിയിൽ അയച്ച സമയത്ത്, വാഹനത്തിൽ അയച്ച സമയത്ത് ഇയാൾ ഇവരുടെ മൊബൈൽ നമ്പറുകൾ വാങ്ങിയിട്ട് മറ്റു ചില സുഹൃത്തുക്കൾക്ക് കൈമാറുന്നു എന്ന ഞെട്ടിപ്പിക്കുന്ന വിവരം ഈ യുവാക്കൾ അറിയുന്നു. വിഷയം എത്രത്തോളം ഗൗരവകരമാണ് എന്ന് നമ്മൾ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സഹോദരിമാർക്ക് ഈ അവസ്ഥ സംഭവിക്കണം. വിഷയത്തിൽ ഈ യുവാക്കൾ ഇടപെടുന്നു. ആദ്യം കുറച്ച് താക്കീതുകൾ നൽകി. എന്നാൽ ഈ താക്കീതുകൾ ഈ ചെവി കേട്ട് ഈ ചെവിയിൽ വിട്ട തല്ലുകൊണ്ട യുവാവായിട്ടുള്ള ഈ സംഘപരിവാർ അനുകൂലി പ്രവീൺ വീണ്ടും ഇതേ കർമ്മം ചെയ്യാൻ മുന്നോട്ട് വന്നു. വാഹനത്തിൽ കയറുന്ന യുവതികളുടെ ചിത്രമെടുക്കുക, യുവതികളുടെ നമ്പർ വാങ്ങിയിട്ട് യുവതികളുമായിട്ട് ബന്ധം പുലർത്തുക, ഈ രീതി തുടർന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ നിരവധി യുവതികളാണ് ഈ ചെറുപ്പക്കാരുടെ അടുത്ത് പരാതികളുമായി എത്തിയത്. സഹോദരന്മാരെ പോലെ കണ്ടതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വിഷയം പറയാൻ അവർ തയ്യാറായത്. അങ്ങനെ ഇവനിട്ട് ഒരു പണി കൊടുക്കണമെന്ന് ആ യുവാക്കൾ വിചാരിച്ചു എന്നുള്ളത് ശരിയായ കാര്യമാണ്. സ്വാഭാവികമായിട്ടും നമ്മളാണ് ആ സ്ഥാനത്തെങ്കിൽ ചിന്തിക്കുക സ്വാഭാവികമാണ്. പക്ഷേ അതിനിടയിൽ ഇവന്റെ ചില
നെറികെട്ട മുഖങ്ങളും കൂടി പുറത്തു വന്നു. പ്രവാചകനെ മോശമായി ചിത്രീകരിക്കുക, പ്രവാചകന്റെ മോശമായി ചിത്രീകരിച്ച പോസ്റ്റുകൾ ഫേസ്ബുക്കിൽ സ്റ്റാറ്റസായി ഇടുക. ആ സ്റ്റാറ്റസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടിയും സാധിക്കും. അങ്ങനെ നിരവധി സംഭവങ്ങൾ ഈ പ്രവീണിനെതിരെ രംഗത്ത് വന്നപ്പോൾ മറ്റൊരു കാര്യവും കൂടി അറിയാൻ വേണ്ടി സാധിച്ചു. ഇയാൾ കള്ള ടാക്സി ഓടിക്കുന്നു എന്ന്. അങ്ങനെ ഏകദേശം കാര്യങ്ങളിൽ ഒരു പിടി കിട്ടിയപ്പോഴാണ് യുവാക്കൾ ഇയാളുടെ റൂമിൽ പോകുന്നതും ഈ വിഷയം പറഞ്ഞ് ഒരു പ്രശ്നമുണ്ടാകുന്നതും അസി എന്ന കാസർകോട്ടുകാരൻ ഇവന്റെ ചെപ്പക്കുറ്റി നോക്കിയിട്ട് നല്ല ഒരു അടി കൊടുക്കുന്നതും. എന്തായാലും ആരെയും അടിക്കാൻ പാടില്ല എന്ന കാര്യത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് പറയട്ടെ, അസിയുടെ സ്ഥാനത്ത് നമ്മളായിരുന്നുവെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? എന്തായാലും ഈ വീഡിയോയാണ് നവമാധ്യമങ്ങൾ വർഗീയ പ്രചരണത്തിന് ഏറ്റെടുത്തത്. സംഘപരിവാർ മാധ്യമങ്ങൾ ജിഹാദികൾ എന്ന് വിളിച്ചത് ഈ നല്ലവരായിട്ടുള്ള യുവാക്കളെയാണ്. ഇനിയെങ്കിലും സംഘപരിവാർ മാധ്യമങ്ങളുടെ ഈ വർഗീയ പ്രചരണ അജണ്ടയെ തിരിച്ചറിയാൻ നമ്മൾ തയ്യാറായേ മതിയാകും. കാരണം ഇവർ നല്ലവരായ ഹൈന്ദവ സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയുക. ഇനി ഈ കുവൈറ്റിൽ ഇതുപോലെയുള്ള നീച കർമ്മം ചെയ്ത ഈ പ്രവീൺ എന്ന് പറയുന്ന യുവാവിന് കിട്ടാൻ പോകുന്ന പണി എന്താണ് എന്ന് നിങ്ങൾ തിരിച്ചറിയണം. അവൻ ഉടൻ തന്നെ ജയിലിലാകാനുള്ള സാധ്യതകളാണ് കാണുന്നത്. എംബസിക്ക് നൽകിയ പരാതിയിൽ നടപടി ഉണ്ടാകുമെന്നുള്ള റിപ്പോർട്ടുകൾ ലഭിക്കുമ്പോൾ സംഘപരിവാർ മാന്യനായി ചിത്രീകരിച്ച പ്രവീൺ ജയിലിലേക്ക് പോകുമ്പോൾ സംഘപരിവാർ പ്രവർത്തകരെ, മാധ്യമങ്ങളെ നിങ്ങൾ എന്ത് കോപ്പ് വാർത്തയാണ് കൊടുക്കുക? ന്യൂസ് ഡെസ്ക് പബ്ലിക്. Aiva Silks, Kasargod, Kaningad, Mangalore.